എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഏറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞും വീഡിയോ ആണ് കേട്ടോ. മുടി നരയ്ക്കുന്ന ഓർത്ത് നീ ആരും വിഷമിക്കേണ്ട, പരിഹാരമുണ്ട് നിമിഷ നേരം കൊണ്ട് കേട്ടോ. പെർമനൻ്റായിട്ട് നമ്മുടെ മുടിയെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും. മുടി പൊഴിച്ചിലും മാറാനും താരൻ മാറാനും എല്ലാത്തിനും നല്ല നല്ല പരിഹാരങ്ങളുണ്ട് കേട്ടോ. ഇനി ആരും വലിയതായിട്ട് പൈസയൊന്നും കൊടുത്തിട്ട് കെമിക്കലായിട്ടുള്ള ഡൈകൾ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മുടി വളരാനും വേണ്ടിയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ പൈസ മുടക്കാണ്ട് നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ പുറത്തുനിന്ന് അത്യാവശ്യം നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് ഇൻസ്റ്റൻ്റ് ഡൈ വാങ്ങിച്ചാലും അതിൽ ചേർക്കുന്ന ചേരുവകൾ എന്താണെന്നോ അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചോ നമുക്ക് ആർക്കും തന്നെ കൃത്യമായിട്ട് ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ചെറിയ ചേരുവകളിൽ ഒരു ചേരുവ അല്ലെങ്കിൽ രണ്ട് ചേരുവ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചേരുവകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് കാണില്ല. നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഒട്ടും താമസിക്കാണ്ട് കെമിക്കലൊന്നുമില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഡൈ. ഈ ഒരു ഡൈയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഒരു ചേരുവ അല്ലെങ്കിൽ രണ്ട് ചേരുവകൾ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അന്നേരം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റൻറ്റ് ഡൈയോടുകൂടി തന്നെ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കിച്ചൺ ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കൂടിയാണ് കേട്ടോ. കിച്ചൺ ടിപ്പ് എന്ന് പറയുമ്പം നമുക്ക് കൂർക്ക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പല രീതിയിലാണ് കൂർക്ക ക്ലീൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. അതിനെ കൂർക്ക വെച്ചിട്ടുള്ള നല്ല കിടിലിനൊരു റെസിപ്പി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു 2-3 വെള്ളം നല്ല പോലെ ഒന്ന് കഴുകണം. അത്യാവശ്യം നല്ല മണ്ണും അഴുക്കൊക്കെ കാണാം. ഒരു മണ്ണിനകത്ത് പൊതിഞ്ഞിരിക്കുകയായിരിക്കും കൂർക്കയിലെ. തീരെ ചെറുതുണ്ട് വലുതുണ്ട്. പക്ഷേ എങ്ങനെയെന്ന് പറഞ്ഞാലും കയ്യിൽ കറയാവും, നല്ല പാടുമാണ് കേട്ടോ. ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്താക്കി മണ്ണൊക്കെ കളഞ്ഞിട്ടുള്ള കൂർക്കയെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ചാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞല്ലോ. ഇതിലേക്ക് ലേശം കല്ലുപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബോട്ടിലൊന്ന് അടച്ചിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കുക. നല്ലപോലെ ഒന്ന് കുലുക്കി കഴിയുമ്പം തന്നെ അതിൻ്റെ തോലൊക്കെ മാറി, തോല് വേറെ കൂർക്ക വേറെ ആയിട്ട് മാറിക്കിട്ടും. നല്ല രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3-4 തവണ ഇങ്ങനെ കൈകൊണ്ട് നല്ല ഒരു സ്പീഡിൽ ചെയ്തപ്പോൾ തന്നെ കൈക്ക് നല്ലൊരു എക്സസൈസും ആവുകയും ചെയ്യും. കൂർക്ക ക്ലീൻ ചെയ്യാനും പറ്റും. കയ്യിൽ കറ പറ്റത്തില്ല. കത്തി പോലും ഉപയോഗിക്കാണ്ട് നമുക്ക് കൂർക്കയുടെ തോല് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കല്ലൊക്കെ ആ ഒരു കല്ലുപ്പുണ്ടല്ലോ അത് നല്ലപോലെ ഇതായിട്ടുണ്ട്. ആ ഒരു തോല് വേറെ, നമ്മുടെ ചീവക്കിഴങ്ങ് വേറെ ആയിട്ട് അപ്പോഴും തന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടേക്കണം. ഒരുപാട് നേരം ഇങ്ങനെ വെക്കരുത്. ഉപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കല്ലുപ്പ് ചേർക്കുമ്പം ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് ആ തോല് മാറി നമുക്ക് ഉറപ്പ് വന്നതിന് ശേഷം പെട്ടെന്ന് ആ ഒരു വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് പാചകം ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ കൂർക്കയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കറക്കില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ കറി വെക്കാൻ കുറച്ച് താമസം കൊണ്ട് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കറ പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി കേട്ടോ. നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. വളരെ പെട്ടെന്ന് എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ കൂർക്ക ഈ രീതിയിൽ വൃത്തിയാക്കുകയാണെങ്കിൽ. അത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഈസി ആയിട്ട് ആർക്കും എത്ര കിലോ കൂർക്ക വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് അതിൻ്റെ തോല് കളയാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടിപ്പാണ്. കൂർക്ക ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ രണ്ടാമത്തെ ടിപ്പും അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ എല്ലാ ടിപ്സും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പകരമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രണ്ടാമതും ഇതിപ്പം കുറേ ദിവസം കൂടി എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആദ്യത്തത് നമ്മൾ ആ ഒരു കല്ലുപ്പ് വെച്ചിട്ട് ചെയ്തു. രണ്ടാമത് ഇതുപോലെ നല്ല രീതിയിൽ ആ ഒരു മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതുപോലൊരു നെറ്റ് പോലുള്ളൊരു സഞ്ചിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് പകരം കോട്ടൻ്റെ തുണിയോ പോളിസ്റ്ററിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാക്കോ പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പം പൊട്ടാത്ത രീതിയിൽ വേണം കേട്ടോ. ആ രീതിയിൽ നമ്മളിതുപോലെ കയ്യിൽ എടുത്തിട്ട് ഇതുപോലെ തുണിയേറ്റത്തില്ലേ, അതും ഒരു കൈക്കൊരു എക്സസൈസാണ്. ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ തിരുമില്ല കല്ലിൽ വെച്ചിട്ട് അതുകൂടി ഇങ്ങനെ ഒന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേന് നല്ല രീതിയിൽ അത് ക്ലീനാകും. ഇടയ്ക്കൊന്ന് ആ ഒരു വെള്ളത്തിലൊന്ന് മുക്കണം. ചെറിയൊരു വെള്ളം നനവും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്
നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ശക്തിയോട് കൂടി എറ്റരുത്, നമ്മുടെ ആ ഒരു കൂർക്കയൊക്കെ പൊട്ടി ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന്, പ്രത്യേകിച്ച് ഒരു സിമെൻറ്റിന് ഒരു പരിപരിപ്പുള്ള തറയിൽ, സിമെൻറ്റ് നല്ല പോലെ പൂശാതെ ഇതുപോലുള്ള പരിപരിപ്പുള്ള തറയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തുണി ഇങ്ങനെ കഴുകി, നമ്മൾ നല്ലപോലെ അഴുക്ക് പോകാൻ കഴുകില്ലേ, അതുപോലെ ഉരച്ചൊന്ന് എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് ക്ലീൻ ആവും. ഈ രീതിയിൽ ചെയ്യുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്, കയ്യിൽ കറയാകില്ല, കത്തിയുടെ ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഇതിനെ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്ന് ആക്കി കഴിയുമ്പോൾ അതിൻ്റെ തോലൊക്കെ മാറി കിട്ടും. പക്ഷേ ചെറുതായിട്ടൊക്കെ ഒരു തോൽ അങ്ങൊക്കെ ഉണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അതെനിക്ക് ക്ലീനായി തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ താമസമില്ലാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യും. അതുമല്ല, കൂർക്കയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി നമ്മളത് കറി വെക്കാൻ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് അതങ്ങ്, പ്രത്യേകിച്ച് ഈ ഒരു ഉണക്ക സമയമൊക്കെ ആകുമ്പോഴത്തേന് ചുളുങ്ങി പോകില്ല. കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് മാത്രം ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അതും ഒരു ടിപ്പാണേ. അതായത് നമ്മളിനി മൂന്നാമത്തെ രീതി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിൻ്റെ മണ്ണും പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ഒറ്റ വിസിൽ, ഒരുപാട് അടുപ്പിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല വേവുള്ളൊരു കാര്യമാണ് കൂർക്കയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മതി, ഒരു പകുതി വേവായി കിട്ടും. അന്നേരം നമ്മൾ ഉരുളൻകിഴങ്ങിനെക്കാട്ടിലും ചേമ്പിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി വേവ് കൂർക്കയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. ഈ രീതി ചെയ്യുമ്പോൾ രണ്ടുണ്ട് പ്രത്യേകത, കയ്യിൽ കറയാകില്ല, കത്തിയുടെ ആവശ്യമില്ല, പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പം തന്നെ ഇത് പകുതി വേവോടെ കിട്ടുന്നതുകൊണ്ട് തന്നെ പാചകം ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. ക്ലീനിങ്ങും പകുതി വേവും ഒരേ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ എത്ര കിലോ കൂർക്ക വേണമെങ്കിലും ഈ ഒരു 3 രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. മൂന്നാമത്തെ നമുക്ക് ഒത്തിരിയും കൂടി എളുപ്പമാണ്, കാരണം പാചകം ചെയ്യാൻ വലിയ താമസമില്ല. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് തോരനോ ഒഴിക്കാനോ അല്ലെങ്കിൽ കറിയാട്ടോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയായിട്ടൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് ഒന്നൊന്ന് ആ ഒരു അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവി വന്നാൽ മതി. അന്നേരത്തെ തന്നെ നല്ല പെട്ടെന്ന് ഈ ഒരു പണി ഒതുങ്ങി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള റെസിപ്പി നമുക്ക് തയ്യാറാക്കാനും പറ്റും. അന്നേരം ഇതിൽ 3 രീതിയിൽ ഈ ഒരു കൂർക്ക ക്ലീൻ ചെയ്യുന്നതും ഉള്ളതിൽ നിങ്ങൾ ഏതാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്? ഇനി ഇതല്ലാണ്ട് പുതിയ ഏതെങ്കിലും രീതിയിൽ കൂർക്ക വൃത്തിയാക്കുന്നതോ അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു കൂർക്ക പകുതി വേവായിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഒരുപാട് വെന്തുടഞ്ഞ് പോകുന്നൊരു കാര്യമല്ലല്ലോ കൂർക്ക. ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളി, ചുമന്നുള്ളി, കുറേയേറെ തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലെല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പൊടികളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇഷ്ടമുള്ള ഏത് പൊടികളും ചേർക്കുക. ഇതിന് എന്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ട് ഒരു കൂർക്ക വെറുതെ ഇങ്ങനെ ലേശം മുളക് പൊടിക്കകത്ത് പുരട്ടിയിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി തിന്നാനും നല്ല ടേസ്റ്റാണ് കൂർക്ക. ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം ഉപ്പ്, പിന്നെ നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊരു നോൺ വെജിൻ്റെ ടേസ്റ്റോടു കൂടി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു നോൺ വെജിൻ്റെ ടേസ്റ്റോടു കൂടി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തേങ്ങക്കൊത്ത് ചേർക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളകിൻ്റെ പൊടി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൈകൊണ്ട് പറ്റത്തില്ലെങ്കിൽ സ്പൂണും കൊണ്ട്, പക്ഷേ നമ്മൾ കൈകൊണ്ട് ഇതൊക്കെ ഒന്ന് തിരുമ്മി എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലയും കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പിലയുടെ കളർ കണ്ടിട്ട് ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമ്മൾ കറിവേപ്പില പല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഷോർട്ട് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില ഡയറക്റ്റ് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഒരു ബോക്സിനകത്താക്കി ഫ്രീസറിൽ വെക്കുക, വെള്ളമൊന്നും ചേർക്കാണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കളർ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല, കളറിന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ചെറിയ തീയിലൊന്നിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള കൂർക്ക കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി റെഡിയാണ് കേട്ടോ. ഈ ഒരു ഫ്രൈ മതി നമുക്ക് ഇഷ്ടം പോലെ ചോറിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും മറ്റെന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. മിക്ക ആൾക്കാരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ്. കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇത് വൃത്തിയാക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മിക്ക ആൾക്കാരും വാങ്ങിക്കാറില്ല. പക്ഷേ ഇതിൽ ഏതെങ്കിലും രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ലാസ്റ്റത്തതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ലേശം പഞ്ഞിക്കകത്ത് 1 സ്പൂണ് ഉലുവ,
ഉലുവയോ അതിനോടൊപ്പം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മുടി വളരാൻ ഏതാണോ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെടുക്കുക. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടോ. ഇത് നമ്മളിതുപോലെ പൊതിഞ്ഞിട്ട് നമ്മളൊരു കിഴി പോലെ ആക്കിയെടുക്കുക. ഒരു എണ്ണയുടെ തിരി പോലെ, കിഴി അല്ലെങ്കിൽ തിരി പോലെ ആക്കിയെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മണ്ണിൻ്റെ ഒരു ചെറിയ പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഒഴിക്കാം. അതുമല്ലെങ്കിൽ തലയിൽ നമ്മൾ കാച്ചിയ എണ്ണകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് തിരിയൊന്ന് കത്തിക്കണം. കത്തിച്ചിട്ട് 4 ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ 4 രീതിയിലുണ്ടെങ്കിൽ അതെടുക്കുക. അതും അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ ഉള്ളെങ്കിൽ ഒരേ അളവിലുള്ളത് വെച്ചിട്ട് അതിൻ്റെ മണ്ട ഒരു സ്റ്റീൽ പാത്രവും കൂടെ വെച്ചിട്ട് കമഴ്ത്തി വെക്കുക. ഈ ഒരു തീ അണഞ്ഞു കഴിയുമ്പോഴത്തേന് ആ ഒരു പാത്രം നിറയെ കരി വരും. വളരെ സിമ്പിളായിട്ട് ഒറ്റത്തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേന് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത്രയേറെ ഗുണകരമാണ് കേട്ടോ. എളുപ്പകരവുമാണ്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുകയും വേണ്ട. സാധാരണ നമ്മൾ ഡൈ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിൻ്റെ സമയവും വേണ്ട, ചേരുവകൾ ഒരുപാട് വേണ്ട. ഇത് ഒരു ചേരുവ കൊണ്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കരിഞ്ജീരകം എടുക്കാം. അതിനോടൊപ്പം നമ്മൾ സാധാരണ തലമുടി വളരാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നോ അതെല്ലാം നമുക്ക് ചെയ്യാം ഈ രീതിയിൽ കേട്ടോ. അതിൻ്റെ തന്നെ ഇത്രത്തോളം കരി കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് കുറേ ദിവസത്തിന് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പം പറയുന്നത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും കാച്ചിയ എണ്ണയുടെ കൂട്ടത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 7 ദിവസം വെച്ചിട്ട് 8ാമത്തെ ദിവസം തൊട്ട് നമ്മൾ തലമുടിയിലും തലയോട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരും. മുടിയുടെ കറുപ്പ് ഒന്നും കൂടെ നന്നായിട്ട് ഇരട്ടിക്കും. നരച്ച മുടി കറക്കാനും ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൽ ലേശം എടുത്തിട്ട് വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതിന് 1, 2, 3 നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അലോവേറ ജെല്ലി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഇത് 3 വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവണക്കണ്ണയുടെ എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അത് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഓപ്ഷൻസ് പറയുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം തേച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ലേശം വെളിച്ചെണ്ണ കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഈ ഒരു തുള്ളി കരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തേച്ചാൽ മതി. അതും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിതിലേക്ക് വൈറ്റമിൻ ഇയും അലോവേറ ജെല്ലും ലേശം ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിനും ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ഒരു മിക്സ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നെറ്റിഭാഗത്തുണ്ടാവുന്ന നരച്ച മുടിയെ പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളിത് തേച്ച ഉടനെ നമ്മൾ കൈ തൊടാൻ പാടില്ല. നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം പുറത്തു പോകുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മളിത് എണ്ണ പോലെ ഉപയോഗിച്ചാലും നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറക്കുന്നത് ഒരു കാര്യമാണ്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ കൂടിയാണ്. പ്രത്യേകിച്ച് മിക്ക ആൾക്കാർക്കും ഡൈ ചെയ്യുന്നത് അലർജിയാണ്. ഡൈ ചെയ്ത് കുറേ നേരം അത് വെക്കുന്നത് അത്ര സമയം ചിലവാക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട്. പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും വേണം. അങ്ങനത്തെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യാനൊക്കെ അങ്ങനൊരു ക്ഷമയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഉള്ളവർക്കും പറ്റിയ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് കണ്ടു നോക്കട്ടോ. അതിനായിട്ട് നമ്മളൊരു ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ട് ഇതുപോലെ കയ്യിൽ ആ ഒരു ഗ്ലിസറിനും അലോവേറ ജെല്ല് വൈറ്റമിൻ ഇ ഒരു കരിയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ദാണ്ട കയ്യിൽ തേച്ചിട്ട് പൈപ്പിൻ്റെ മൂട്ടിലാണ് വെച്ചത്. ഒട്ടും തന്നെ ഇത് പടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. ലോങ് ടൈം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിപ്പം ഒരുപാട് നരച്ചൊരു മുടിയല്ല ഞാൻ കാണിക്കുന്നത്. എന്നാൽ അത്യാവശ്യം ഫ്രണ്ട് വശം മൊത്തവും നരച്ചിട്ടുമുണ്ട് താനും. ഇനി നമുക്ക് എത്ര വയസ്സായാലും പ്രായം എത്ര ആണെന്ന് പറഞ്ഞാലും 80കളിലും 90കളിലും നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഞാൻ ചിലർക്ക് പറയും പ്രായം എത്ര ആയാലും മുടി നരച്ചോട്ടെ, അതിന് എന്താ കുഴപ്പം, പ്രായമുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ അങ്ങനല്ല. എനിക്ക് മുടി നരയ്ക്കുന്നത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. മുടി പൊഴിഞ്ഞു പോകുന്നത് ഭയങ്കര സങ്കടമായിട്ട് പറയുന്ന ഒരാളുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ തന്നെ അത് ബാധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നെറ്റി ഭാഗത്ത് വരുന്ന മുടിവില്ലായി വരുന്നൊരവസ്ഥ ഇത് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടായിട്ട് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.